തുടർച്ചയായ 15-ാം വർഷം കുട്ടികൾക്കായി നാടകകളരി ഒരുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് നെടുമണ്ണൂർ പൂത്തറയിലെ ഗ്രാമീണ യുവജന കലാസമിതി പ്രവർത്തകർ. ഓരോ വർഷവും 100 കണക്കിന് കുട്ടികൾ കളിപ്പന്തൽ എന്ന ക്യാമ്പിൽ എത്തുന്നുണ്ട്. വേനൽ അവധിക്കാലത്ത് നാടകകലയെ നെഞ്ചേറ്റിക്കൊണ്ട് കുട്ടികൾക്കായി ഇത്തവണയും നെടുമണ്ണൂർ പൂത്തറ എന്ന കൊച്ചുഗ്രാമം നാടകക്കളരി സംഘടിപ്പിച്ചു. നാദാപുരം, കുറ്റ്യാടി മേഖലകളിൽ നിന്ന് നിരവധി കുട്ടികളാണ് നാടകകലയുടെ ബാലപാഠം അഭ്യസിക്കാനായി കളിപ്പന്തലിൽ എത്തിയത്. നാടകരംഗത്തെ പ്രമുഖ കലാകാരൻ മനോജ് നാരായണനാണ് 15 ക്യാമ്പുകൾക്കും ഡയറക്ടറായി എത്തിയത്. കുട്ടികളിൽ അഭിനയം, രചന, സംവിധാനം തുടങ്ങി നാടകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും പരിശീലനവും പങ്കെടുത്തവരിൽ മികവ് പുലർത്തുന്നവർക്ക് തുടർ പരിശീലനവും നൽകും. ഈ പ്രദേശത്തിൻ്റെ മൊത്തം ഒരു ഉത്സവമായിട്ടാണ് എപ്പോഴും ഈ കളിപ്പന്തിനെ കാണുന്നത്. 15 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാലയളവാണ്. 15 വർഷം ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനം ഒരു നാട്ടിൽ നടത്തുക എന്ന് പറയുന്നത് ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനവും കലാപ്രവർത്തനവും തന്നെയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇതൊരു കലാഗ്രാമമാണ് എന്ന് തന്നെ പറയാം. ക്യാമ്പ് വലിയ പ്രചോദനമെന്ന് വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ വന്നതിന് ശേഷം സ്റ്റേജ് ഫിയർ ഒന്നുമില്ലാതെ ഇപ്പം കലോത്സവമായാലും എന്ത് പരിപാടിയായാലും വേഗം മുമ്പോട്ടേക്ക് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പം പറയാം ഏറ്റവും കൂടുതൽ മെമ്മറി കിട്ടുക ഈ കളിപ്പന്തലിന്, ഈ ക്യാമ്പിൽ നിന്നാണ്. വേനലവധിക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെ മനസ്സിലും വരുന്നത് ക്യാമ്പ് എപ്പോഴാണെന്നുള്ള ചിന്തയായിരിക്കും. ഈ ക്യാമ്പിലേക്ക് വരാനും ഇവിടെ നിന്ന് ഓരോ മെമ്മറീസ് എടുക്കാനും വേണ്ടിയിട്ട്. ഈ വർഷത്തെ ക്യാമ്പിന് സമാപനമായതോടെ വിദ്യാർത്ഥികൾ പിരിഞ്ഞു. ഇനി അടുത്ത വർഷത്തെ കളിപ്പന്തലിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ഗ്രാമവും കുട്ടികളും. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.